വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റ് മാൻ ആൻഡ് മീഡിയ, അതിലെ ദ ന്യൂസ് പേപ്പർ എന്ന പാഠമാണ് പഠിക്കാനുള്ളത്. യു ഹാവ് സീൻ ദാറ്റ് ദ TV ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ മാസ് മീഡിയ. By mass media we mean the way in which information can be passed on to a large number of people very quickly. TV ഒരു മാസ് മീഡിയയാണ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു മാസ് മീഡിയയാണ്. എന്നാൽ ഈ മാസ് മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ വേ ഇൻ വിച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി പാസ്ഡ് ഓൺ ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വെരി ക്വിക്ക്ലി. ധാരാളം ആളുകളിലേക്ക് വിവരങ്ങൾ പെട്ടെന്ന് കൈമാറാൻ കഴിയുന്ന ഒരു വഴി ആയിട്ടാണ് മാസ് മീഡിയ. ലുക്ക് അറ്റ് ദ ന്യൂസ് പേപ്പർ കൊളാഷ്. വാട്ട് ഡു യു നോട്ടീസ് ഹിയർ? ഇവിടെ താഴെ കുറേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ കളക്ഷൻ കൊടുത്തിട്ടുണ്ട്, കുറേ പേപ്പർ കട്ടിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വാർത്തകളും വ്യത്യസ്തമായ വാർത്തകളാണ് അല്ലേ, വ്യത്യസ്തമായ തരത്തിലുള്ള വാർത്തകളാണ്. ഇവിടെ സൈഡിൽ 3 ചോദ്യങ്ങൾ. ഡു യു ഹാവ് ദ ഹാബിറ്റ്സ് ഓഫ് റീഡിങ് ദ ന്യൂസ് പേപ്പർ റെഗുലർലി? നിങ്ങൾക്ക് പതിവായി ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്വഭാവമുണ്ടോ? ഡു യു ഹാവ് ദ ഹാബിറ്റ്സ് ഓഫ് റീഡിങ് ദ ന്യൂസ് പേപ്പർ റെഗുലർലി? വാട്ട് കൈൻഡ് ഓഫ് ന്യൂസ് ഐറ്റംസ് ഡു യു റീഡ് ഫസ്റ്റ് വെൻ യു ഗെറ്റ് എ ന്യൂസ് പേപ്പർ? ഒരു ന്യൂസ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള വാർത്തയായിരിക്കും ആദ്യം വായിക്കുക? ഏത് പേജായിരിക്കും നിങ്ങൾ ആദ്യം തുറക്കുക? ഡു യു മേക്ക് എ കളക്ഷൻ ഓഫ് ന്യൂസ് ഐറ്റംസ്? ഒരു വാർത്തകളുടെ കളക്ഷൻ, വ്യത്യസ്തമായ വാർത്തകളുണ്ട്, അതിൻ്റെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. വ്യത്യസ്തമായ വാർത്തകൾ നമുക്കറിയാം. ഇവിടെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഹൗ ഈസ് ദ ന്യൂസ് പേപ്പർ ഹെൽപ്ഫുൾ ടു സ്റ്റുഡൻറ്റ്, ബിസിനസ്മാൻ, പൊളിറ്റീഷ്യൻസ്, കോമൺ മാൻ, സ്പോർട്സ്മാൻ, സയൻറ്റിസ്റ്റ്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ ഹെൽപ്ഫുൾ ആകുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്ക് പാഠത്തിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാകും. ലെറ്റ്സ് റീഡ് ദ ന്യൂസ് പേപ്പർ. ദ വേൾഡ് മൂവ് വെരി ഫാസ്റ്റ്. ലോകം അതിവേഗം ചലിക്കുന്നു. ആൻഡ് ഈവൻസ് ഹാപ്പൻ വെരി ക്വിക്ക്ലി ഇൻ എവരി സ്ഫെയർ ഓഫ് ലൈഫ്. എല്ലാ മണ്ഡലങ്ങളിലും കാര്യങ്ങൾ വളരെ വേഗം സംഭവിക്കുകയും ചെയ്യുന്നു. പീപ്പിൾ കീപ്പ് ഇൻ ക്ലോസ് ടച്ച് വിത്ത് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ബൈ റീഡിങ് ന്യൂസ് പേപ്പർ. പത്രവായനയിലൂടെ ജനങ്ങൾ ഏറ്റവും പുതിയ വികാസങ്ങളെ അടുത്തറിയുന്നു. ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്, പുതിയ വികാസങ്ങൾ, പുതിയ വളർച്ചകളെ കുറിച്ചിട്ട് ന്യൂസ് പേപ്പർ വായനയിലൂടെ നമ്മൾ അടുത്തറിയുന്നു. ദ ന്യൂസ് പേപ്പർ ഈസ് ദ പയനിയർ ഇൻ ദ ഫീൽഡ് ഓഫ് മാസ് മീഡിയ. ഈ ബഹുജന മാധ്യമ രംഗത്ത് പ്രഥമ സ്ഥാനം വർത്തമാന പത്രത്തിനാണ്. 1702 ബ്രിട്ടനിലാണ് ആദ്യത്തെ വർത്തമാന പത്രം പ്രസിദ്ധീകരിച്ചത്. ഇറ്റ് ബിക്കം പോപ്പുലർ ഓൺലി ഇൻ ദ 1890s. 1890 ഇത് പോപ്പുലറാകുന്നത്, ആകെ പരക്കെ പ്രചാരത്തിലായത്. Nowadays the newspaper has become almost as necessary as food and clothing. ഇന്ന് ആഹാരവും വസ്ത്രവും എന്ന പോലെ വർത്തമാന പത്രവും ഒരു ആവശ്യ സാധനമായി മാറിയിരിക്കുന്നു. നേരം വെളുത്ത് കട്ടൻ ചായയോട് കൂടെ ഒരു പത്രം കിട്ടണം ഇന്ന്. ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു, വർത്തമാന സാഹചര്യം മാറിയിരിക്കുന്നു. The primary functions of the newspaper is to provide news of all kinds. എല്ലാ തരത്തിലുള്ള വാർത്തകളും നൽകുക എന്നതാണ് പത്രത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രഥമ കർത്തവ്യം. പ്രൈമറി ഫങ്ഷൻ, പ്രഥമ കർത്തവ്യം ഓഫ് ദ ന്യൂസ് പേപ്പർ ഈസ് ടു പ്രൊവൈഡ് ന്യൂസ് ഓഫ് ഓൾ കൈൻഡ്സ്. മില്യൺസ് ഓഫ് കോപ്പീസ് ആർ പ്രിൻറ്റഡ്, റീഡ് ആൻഡ് ഡിസ്കസ്ഡ് എവറി ഡേ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് പത്രങ്ങൾ അച്ചടിക്കുകയും വായിക്കുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദ സ്റ്റേറ്റ്സ്മാൻ, ശാസ്ത്രതന്ത്രജ്ഞർ, അവർ ഈസ് ആങ്ഷ്യസ് ടു നോ ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ പൊളിറ്റിക്കൽ സ്ഫെയർ.
അവർക്ക് ആകാംക്ഷയുണ്ട്. ഈസ് ആങ്ഷ്യസ് ടു നോ, അവർക്കറിയാൻ ആകാംക്ഷയുണ്ട്. ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ സ്ഫെയർ, രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പുതിയ വികാസങ്ങളെക്കുറിച്ചറിയാൻ ഈ സ്റ്റേറ്റ്സ്മാൻസ് അവർ വളരെ ആകാംക്ഷയായിരിക്കുകയാണ്. ദ ബിസിനസ്മെൻ വാണ്ട് ടു കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ, കമ്പോള നിലവാരത്തെക്കുറിച്ചറിയാൻ വ്യാപാരികൾ ആഗ്രഹിക്കുന്നുണ്ട്. ദ കോമൺ മാൻ ഹാസ് എ നാച്ചുറൽ ക്യൂരിയോസിറ്റി ടു നോ അബൌട്ട് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ജനറൽ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൊതുവായി അറിയാൻ സാധാരണക്കാരന് ഒരു പൊതുവായ ജിജ്ഞാസയുണ്ട്. നാച്ചുറൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ഒരു പൊതുവായ ജിജ്ഞാസയുണ്ട്. ദ കോമൺ മാൻ ഹാസ് എ നാച്ചുറൽ ക്യൂരിയോസിറ്റി ടു നോ അബൌട്ട് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ജനറൽ. എ സക്സസ്ഫുൾ ന്യൂസ് പേപ്പർ caters to the needs of all kinds of readers, scientists, sportsmen, politicians, businessmen, lawyer and job seekers. ഒരു യഥാർത്ഥ ഒരു വിജയം കൈവരിച്ച നല്ല ഒരു ദിനപത്രം എല്ലാ തരത്തിലുള്ള വായനക്കാരുടെയും, അതിലാരൊക്കെ പെടും? ശാസ്ത്രജ്ഞർ പെടും, അതുപോലെ സ്പോർട്സ്മാൻ, കായിക രംഗത്തുള്ള താരങ്ങൾ പെടും, അതുപോലെ പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ, ബിസിനസ്മാൻ, വ്യാപാരികൾ, വ്യവസായികൾ, ലോയേഴ്സ്, നിയമജ്ഞർ, അതുപോലെ ജോബ് സീക്കേഴ്സ്, തൊഴിലന്വേഷിക്കുന്നവർ, ഇവരുടെയൊക്കെ ആവശ്യം സാധിച്ചു കൊടുക്കുന്നു. എല്ലാ തരത്തിലുള്ള വായനക്കാരെയും ഒരു യഥാർത്ഥ വിജയിച്ച നല്ല ഒരു പത്രം അവരുടെയൊക്കെ വായനക്കാരെയും സംതൃപ്തരാക്കുന്നു. Besides being informative, newspapers possess literary value too. വിവരങ്ങൾ നൽകുക എന്നതിന് പുറമെ, ബിസൈഡ്സ് ബീയിങ് ഇൻഫോർമേറ്റീവ്, വിവരങ്ങൾ നൽകുക എന്നതിന് പുറമെ ന്യൂസ് പേപ്പേഴ്സ് പോസസ് ലിറ്റററി വാല്യൂ ടു, പത്രങ്ങൾക്ക് സാഹിത്യ മൂല്യവുമുണ്ട്. They contain articles, commentaries, book reviews, stories, poems, biographies, etc. എന്തെല്ലാം ന്യൂസ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ലേഖനങ്ങളുണ്ട്, അതുപോലെ കമാൻഡറീസ് വിവരണങ്ങളുണ്ട്, ബുക്ക് റിവ്യൂ പുസ്തക നിരൂപണങ്ങളുണ്ട്, സ്റ്റോറീസ് കഥകൾ, പോയംസ് കവിതകൾ, അതുപോലെ ബയോഗ്രഫീസ് ജീവചരിത്രങ്ങൾ എല്ലാം പത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ എഡിറ്റോറിയൽസ് ആൻഡ് ലീഡ് ആർട്ടിക്കിൾസ് ഇൻ എ ന്യൂസ് പേപ്പർ എക്സേർട്ട് മച്ച് ഇൻഫ്ലുവൻസ് ഓൺ ഇറ്റ്സ് റീഡേഴ്സ്. മുഖപ്രസംഗം, എഡിറ്റോറിയൽസ്, ആ മുഖപ്രസംഗങ്ങൾ പ്രധാന ലേഖനങ്ങളും വായനക്കാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദ ഫോം ആൻഡ് മോൾഡ് പബ്ലിക് ഒപ്പീനിയൻ, അവ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയും വാർത്തെടുക്കുകയും ചെയ്യുന്നു. Businessmen can advertise in the newspapers and thus reach their customers. പത്രപരസ്യങ്ങളിലൂടെ കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളെ നേടാൻ കഴിയും. പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതിലൂടെ അത് കണ്ടിട്ട് ധാരാളം ആളുകൾ സാധനങ്ങൾ വാങ്ങും. ദ പ്രസ് ഹാസ് എ സ്കേർഡ് റെസ്പോൺസിബിലിറ്റി, പത്രങ്ങൾക്ക് ഒരു വിശുദ്ധമായ ഉത്തരവാദിത്തമുണ്ട്. ഇറ്റ്സ് ന്യൂസ് ആൻഡ് വ്യൂ ഷുഡ് ബി ട്രൂ ആൻഡ് ഇംപാർഷ്യൽ, അതിലെ വാർത്തകളും വീക്ഷണങ്ങളും സത്യസന്ധമായിരിക്കണം. ആൻഡ് ഇംപാർഷ്യൽ, അതുപോലെ നിഷ്പക്ഷവുമായിരിക്കണം. ദ പ്രസ് ആൾസോ സെർവ് ആസ് എ പ്ലാറ്റ്ഫോം വെർ ദ റീഡർ ക്യാൻ എക്സ്പ്രസ് ഹിസ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വ്യൂ ഓൺ എനി ബേണിംഗ് ഇഷ്യൂ ഓഫ് ദ ഡേ. കാലിക പ്രാധാന്യമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും വായനക്കാരന് തൻ്റെ വ്യക്തിപരവും എക്സ്പ്രസ് ഹിസ് ഇൻഡിവിജ്വൽ ആൻഡ് സ്വതന്ത്രപരവുമായ എല്ലാ വീക്ഷണങ്ങളും, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വ്യൂ, സ്വതന്ത്രവുമായ വീക്ഷണങ്ങൾ, അത് പ്രകടിപ്പിക്കാനുള്ള വേദിയായും പത്രങ്ങൾ പ്രവർത്തിക്കുന്നു. ദ പ്രസ് ആൾസോ സേവ് ആസ് എ പ്ലാറ്റ്ഫോം, ഒരു പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി പത്രങ്ങൾ പ്രവർത്തിക്കുന്നു. എന്തിൻ്റെ? വേർ ദ റീഡേഴ്സ് ക്യാൻ എക്സ്പ്രസ് ഹിസ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്, അവൻ്റെ വ്യക്തിപരമായ
സ്വതന്ത്രമായ ചിന്തകൾ ഒക്കെ ഓൺ എനി ബേണിംഗ് ഇഷ്യൂ ഓഫ് ദ ഡേ, ആ കാലത്തെ, ആ ദിവസത്തെ കാലിക പ്രാധാന്യമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും വായനക്കാരന് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാണ്. ദ ന്യൂസ് പേപ്പർ അപ്ഡേറ്റ്സ് അവർ നോളജ് ഓഫ് ദ വേൾഡ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമുക്കുള്ള അറിവ് പത്രങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ബട്ട് we should not blindly believe everything that is printed in the newspapers. പക്ഷെ പത്രത്തിൽ അച്ചടിച്ച് വരുന്നതെല്ലാം നാം അന്ധമായി വിശ്വസിക്കാൻ പാടില്ല. ന്യൂസ് സ്റ്റോറീസ് മേ അറ്റ് ടൈം ബി എക്സഗ്രേറ്റഡ് ഓർ ഡിസ്റ്റോർട്ടഡ്. ചിലപ്പോൾ വാർത്തകൾ അതിശയോക്തി കലർത്തി പറയും. അതുപോലെ വളച്ചൊടിച്ചവയുമായിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുണ്ടാകും, അതിശയോക്തി കലർത്തി പറഞ്ഞ വാർത്തകളുണ്ടാകും. അപ്പോൾ പത്രത്തിൽ വരുന്നതെല്ലാം നമ്മൾ അപ്പാടെ വിശ്വസിക്കാൻ പറ്റൂല. യെറ്റ് ദ ന്യൂസ് പേപ്പർ ഹാസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിങ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ. എന്നാലും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ, ദേശീയോദ്ഗ്രഥനത്തെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് പത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ തൂണായി പത്രമാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. ഇതാണ് ദ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന നമ്മുടെ പാഠം പത്രത്തെക്കുറിച്ചാണ്. ഇതിലെ ആക്ടിവിറ്റി 1. While reading newspapers, you might have come across very interesting and informative headlines. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ധാരാളം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവും ഒക്കെ ആയിട്ടുള്ള ധാരാളം ഹെഡ്ലൈനുകൾ കാണാം വ്യത്യസ്തമായ. യു മേ നോ കളക്ട് സം ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ആൻഡ് എക്സാമിൻ ദെയർ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചർ. നമുക്ക് കുറച്ച് ഹെഡ്ലൈനുകൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണ് എന്ന് നോക്കാം. Fill in the columns given below. You may use some of the words given in brackets. Catchy ആണ്, ഇൻഫോർമേറ്റീവ്, സിമ്പിൾ, ഹ്യൂമറസ്, ഇംപ്രസീവ്, അക്യുറേറ്റ്, ഇമോഷണൽ, ടച്ചിങ്. ഇതൊക്കെ ഓരോ ഹെഡ്ലൈൻ്റെ ഓരോ വാക്കുകളാണ്. ക്യാച്ചിയായ ഹെഡ്ലൈനാണ്, ഇൻഫോർമേറ്റീവാണ്, സിമ്പിൾ, ഹ്യൂമർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഹെഡ്ലൈനുകൾ കളക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് ഫ്ലഡ്, വില്ലേജ് ഐസൊലേറ്റഡ്. അതെന്താണ്? ഇൻഫോർമേറ്റീവാണ്. വെള്ളപ്പൊക്കമുണ്ടായി, വില്ലേജ് ഐസൊലേറ്റഡ് ആയി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫോർമേറ്റീവാണ്, ഒരു അറിവാണ് നമുക്ക് നൽകുന്നത്. അതായത് ഏത് ന്യൂസ് പേപ്പറിലാണ് വന്നത്? നെയിം ഓഫ് ദ ന്യൂസ് പേപ്പർ ആദ്യം കൊടുക്കുക. ദ ഹിന്ദു എന്ന് വേണമെങ്കിൽ കൊടുക്കുക ന്യൂസ് പേപ്പറിൻ്റെ പേര്. എന്നിട്ട് ഹെഡ്ലൈൻസ്. എന്താണ് ഹെഡ്ലൈൻ? അത് എന്ത് തരത്തിലുള്ള ഹെഡ്ലൈനാണ്? നെക്സ്റ്റ് കോളത്തിൽ ഇൻഫോർമേറ്റീവാണ്, ഇൻഫോർമേറ്റീവ്. ക്യാച്ചി ആയിട്ടാണ് ക്യാച്ച്. ഹ്യൂമറസ് ആയിട്ടുണ്ടെങ്കിൽ അത്, സിമ്പിളാണെങ്കിൽ സിമ്പിൾ, അതുപോലെ കൊടുക്കാം. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻസ്. സെവറൽ അഡ്വർടൈസ്മെൻറ്റ് ആർ സീൻ ഇൻ ന്യൂസ് പേപ്പർ. വി കം ടു നോ അബൌട്ട് വാരിയസ് പ്രൊഡക്റ്റ് ത്രൂ ദം. ന്യൂസ് പേപ്പറിൽ നമ്മൾ ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട്. പ്രൊഡക്റ്റുകൾ, നമ്മൾ ധാരാളം പ്രൊഡക്റ്റുകൾ അറിയുന്നു ന്യൂസ് പേപ്പറിലൂടെ, അതിലെ പരസ്യങ്ങളിലൂടെ. അപ്പോൾ ലുക്ക് അറ്റ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ആൻ അഡ്വർടൈസ്മെൻറ്റ്. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യമായിട്ട് ഉണ്ടാവേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിൽ ക്യാച്ചി ടൈറ്റിലായിരിക്കണം. പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ടൈറ്റിലായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് ആകർഷിക്കുന്ന ഒരു ടൈറ്റിലായിരിക്കണം അതിന് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. ഇമോഷണൽ ലാംഗ്വേജ് ആയിരിക്കണം. ഇമോഷണൽ ലാംഗ്വേജ്. ഇപ്പോൾ ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സോപ്പിൻ്റെ മുകളിലൊക്കെ കൊടുക്കുന്ന, ഈ കുട്ടികൾക്കുള്ള സോപ്പിൻ്റെ മുകളിലൊക്കെ കൊടുക്കുന്ന ക്യാപ്ഷനുകളൊക്കെ ഉണ്ടാകും, ലാംഗ്വേജുകളുണ്ടാകും. അതൊക്കെ വളരെ ഇമോഷണലായിരിക്കും. അപ്പോൾ ഇമോഷണൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. ലിമിറ്റഡ് വേർഡ്സുകൾ ഉപയോഗിക്കുക. ലിമിറ്റഡ് വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വളരെ ചുരുങ്ങിയ വാക്കുകളായിരിക്കണം. ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് അത് പ്രകടമാക്കുന്ന രീതിയിലായിരിക്കണം അഡ്വർടൈസ്മെൻറ്റുകൾ ഉണ്ടാകേണ്ടത്. നിങ്ങളിവിടെ കൊടുത്ത ഉദാഹരണം കണ്ടില്ലേ? ഈ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഹെഡ്ലൈൻ കാണുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഓക്കെ,
ഇനി ഇവിടെ ഇമാജിൻ ദാറ്റ് യു ഹാവ് ആൻ ഓൾഡ് ബൈസിക്കിൾ യു വുഡ് ലൈക്ക് ടു സെൽ ഇറ്റ് പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ടു ബി ഗിവൺ ഇൻ എ ന്യൂസ് പേപ്പർ മേക്ക് യൂസ് ഓഫ് ഹിൻസ് ഗിവൺ ബിലോ. നിങ്ങൾക്കൊരു ബൈസിക്കിൾ വിൽക്കാനുണ്ട്, അപ്പോൾ അതിന് നമുക്കൊരു പരസ്യം കൊടുക്കണം. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ഹിൻസ് നൽകിയിട്ടുണ്ട്. എന്താണ് ഹ്യൂമറായിട്ടുള്ളത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് കൊടുക്കാം. അപ്രോപ്രിയേറ്റ് ലേഔട്ട് ആയിരിക്കണം, ലേഔട്ട് പറ്റിയ ലേഔട്ട് ആയിരിക്കണം, പ്രസൻറ്റേഷൻ പറ്റിയതായിരിക്കണം, വെറൈറ്റി വേണം, പിക്ചർ ഉൾപ്പെടുത്തണം, അതുപോലെ പൊസസീവ് ലാംഗ്വേജ് ആയിരിക്കണം. നമ്മൾ ഒരു വാങ്ങിക്കാൻ തോന്നിക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നിക്കുന്ന രൂപത്തിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം. അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കണം, ഇമോഷണൽ ലാംഗ്വേജ് ആയിരിക്കണം. ഈ ഒരു രൂപത്തിൽ ഇവിടെ ഒരു പരസ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള വർക്ക് ഒന്നിതാണ്, ഈ പരസ്യം ഒന്ന് തയ്യാറാക്കുക. അതുപോലെ ആക്ടിവിറ്റി 1, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യവും, ഹൗ ഈസ് ദ ന്യൂസ് പേപ്പേഴ്സ് ഹെൽപ്ഫുൾ സ്റ്റുഡൻസ്, ബിസിനസ്മാൻ, പൊളിറ്റീഷ്യൻസ്, കോമൺ മാൻ, സ്പോർട്സ്മാൻ, സയൻറ്റിസ്റ്റ്, ഇവർക്ക് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ ഉപകാരപ്പെടുന്നത് എന്ന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.